പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന 29 മണ്ഡലങ്ങളിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന PTI മുന്നിൽ. തൊട്ടുപിന്നാലെ 27 സീറ്റുകളുമായി നവാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവുമുണ്ട്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും 18 സീറ്റുകളിൽ മുന്നേറുകയാണ്. 86 സീറ്റുകളിലെ ഫലമാണ് ഇതുവരെ പുറത്തുവന്നത്. 265 നാഷണൽ അസംബ്ലി സീറ്റുകളിലേക്കാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നത്. 86 മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വന്നപ്പോൾ ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് മുന്നിൽ. PTIക്ക് ഇതുവരെ 29 സീറ്റിൽ വിജയിക്കാനായി. തൊട്ടുപുറകിൽ 27 സീറ്റുമായി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവുമുണ്ട്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും 18 സീറ്റുമായി ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നു. 7 ഇടങ്ങളിൽ ചെറുപാർട്ടി നേതാക്കളും സ്വതന്ത്രരുമാണ് വിജയിച്ചിരിക്കുന്നത്. 86 സീറ്റുകളിലെ ഫലം ഇതുവരെ പുറത്തു വന്നു. 134 സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിയാണ് കേവല ഭൂരിപക്ഷം നേടുക. വ്യാപക ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ പോളിംഗ് ശതമാനം കാര്യമായി കുറഞ്ഞിട്ടുണ്ടെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു തൂക്കു പാർലമെന്റിനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. ആർക്ക് സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും പാകിസ്ഥാനിൽ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ തുടരുമെന്നാണ് സാഹചര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇമ്രാൻഖാനെതിരെ ഉണ്ടായ കേസുകളും ജയിൽവാസവും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് ഫലങ്ങളിൽ നിന്നും വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.